PD സതീശനോടും രമേശ് ചെന്നിത്തലയോടും KC വേണുഗോപാലിനോടും K സുധാകരനോടും കോൺഗ്രസിലെ സകലമാന സീനിയർ നേതാക്കളോടും K മുരളീധരനോടുമുള്ള വിനയാനിതരായ അഭ്യർത്ഥന, നിങ്ങളെ ജയിപ്പിച്ചോളാൻ കേരള ജനത ഇങ്ങനെ ദാഹിച്ച് നിൽക്കുന്നൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. അതേസമയം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജനാധിപത്യ വിരുദ്ധതയും സ്വേച്ഛാധിപത്യവും സ്വജനപക്ഷപാതവും അഴിമതിയും അദ്ദേഹത്തിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും ഇതെല്ലാം കണ്ടുമടുത്തൊരു ജനത, തുടർഭരണം കൊടുത്തതിൻ്റെ കഷ്ടമായിപ്പോയി എന്ന് കരുതുന്നൊരു ജനത, എങ്കിൽ പിന്നെ UDF ആണ് അടുത്ത ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ UDF വരട്ടെ എന്നുള്ള നിലയിൽ ഒരു ചിന്ത കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ച വരുന്നത് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ്. ഒന്ന്, LDF ശക്തമായി തിരിച്ചു വരുമെന്നാണ്, തിരിച്ചല്ല ശക്തമായി മൂന്നാം മുന്നണി വരുമെന്നാണ്. മാതൃഭൂമി ചാനൽ പറയുന്നത് നെക്ക് നെക്ക് നിൽക്കും, ചിലപ്പം UDFന് ഒരു ചെറിയ അപ്പർ ഹാൻഡ് കിട്ടും, എന്നാലും 72-75 സീറ്റിനകത്ത് നിൽക്കുമെന്ന്. അങ്ങനെ പല ചാനൽ, മനോരമ പിന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായി പറയുന്നുണ്ട്. പിന്നെ മനോരമയുടെ രാഷ്ട്രീയവും അതിനകത്തുണ്ട്, റിപ്പോർട്ടറിൻ്റെ രാഷ്ട്രീയമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരു അപ്പർ എഡ്ജ് നിങ്ങൾക്കുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. UDF വരാനുള്ളൊരു അപ്പർ എഡ്ജ് ഉണ്ട്. നിങ്ങൾ 110 പിടിക്കും, 140 പിടിക്കും, പിന്നെ വേറെ ആരും ജയിക്കില്ല എന്നൊന്നും പറഞ്ഞാലായിരുന്നു. അങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. കുറേ സീറ്റ് നിങ്ങൾ പിടിക്കും, നിങ്ങൾ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ബോംബുകൾ, നല്ല ബോംബുകളാണ് പൊട്ടിക്കുന്നത്. പത്തനംതിട്ടയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, DCCയിലെ ജനറൽ സെക്രട്ടറി അവിടെ അടൂർ സീറ്റിനെ ചൊല്ലി ടപോ രാജിവെക്കുന്നു. സുധാകരൻ ഇപ്പോൾ KPC പ്രസിഡൻ്റായി മന്ത്രിയൊക്കെ ആയിരുന്ന സുധാകരൻ ഇപ്പം മത്സരിപ്പിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്നുള്ളതിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആൾ കൂടുന്നു, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്നു, അതിവൈകാര്യമായിട്ട് എഴുതുന്നു. എന്താണ്? MP ആണിപ്പോൾ, ജയിക്കണം, മന്ത്രിയാവണം. സിമ്പിളല്ലേ ലോജിക്ക്? പക്ഷേ എല്ലാവരും അതിനല്ലേ നിൽക്കുന്നത്. സന്യാസത്തിനൊന്നും അല്ലല്ലോ ആരും നിൽക്കുന്നത്. സുധാകരൻ പറഞ്ഞ പോലെ ആരും സന്യാസത്തിനല്ലല്ലോ നിൽക്കുന്നത്. പിന്നെ ഭാവനവരെടുത്തു കഴിഞ്ഞാൽ രമണി P നായർ എത്രയോ വർഷമായിട്ട് പാവം കോട്ട് പഠിച്ച് നടക്കുകയാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പാലോട് സുധീർ ഷാ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗവും പാലോട് രവിയുടെയും പേരാണ് കയറിപ്പോയത്. അതിൽ പാലോട് രവി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. DCC പ്രസിഡൻ്റായിരുന്നു തിരുവനന്തപുരത്ത്. ഇതിൻ്റെ ഇടയിൽ കൂടി അണ്ണാൻ കുഞ്ഞൻ തന്നാലായെന്ന് പറഞ്ഞ് PJ കുര്യൻ ചാടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, പാർട്ടി പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കും. എന്താ ഇത്? പാർട്ടി ആരെങ്കിലുമൊക്കെ തീരുമാനിക്കുമെന്ന് പറയാത്തെന്തെന്നേ? പാർട്ടി പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കും. എല്ലാവരും ഏത് വയസ്സിലും, അങ്ങ് വളരെയധികം പ്രായമുള്ളപ്പോഴും കൊച്ചുകുട്ടി മുതൽ അങ്ങ് തുടങ്ങി KS മുതൽ അങ്ങ് അറ്റം വരെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പാർലമെൻ്ററി വ്യാമോഹങ്ങളുടെ ശർക്കരയിൽ ഒട്ടിപോലെ അങ്ങ് ഇരിക്കുകയാണ്. ആരും പറയുന്നില്ല പുതിയ തലമുറ വരട്ടെ, ആയിക്കോട്ടെ. പുതിയ തലമുറയും പറയുന്നില്ല സീനിയേഴ്സ് തുടരട്ടെ, ആരും പറയുന്നില്ലെന്നേ. രണ്ട് കൂട്ടരും പറയുന്നില്ല. എല്ലാവർക്കും ഇത് വേണം, ഈ സാധനം കുടത്തിൽ കൈയിടണം. എല്ലാവർക്കും അധികാരം എന്ന് പറയുന്ന 4 അക്ഷരം, MLA എന്ന് പറയുന്ന 3 അക്ഷരം, പറ്റുമെങ്കിൽ മന്ത്രി എന്ന് പറയുന്ന 2 അക്ഷരം എല്ലാവർക്കും വേണം. അതെങ്ങനെ ശരിയാവുന്നത്? തിരുവനന്തപുരത്ത് MM ഹസൻ്റെ പേര് വലിയ തോതിലാണ് കേട്ടത് ഇപ്പോൾ. പക്ഷേ MM ഹസൻ്റെ പേര് കേൾക്കുന്നില്ല. ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ കേട്ട് വരുന്നു. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും പേരുകൾ മാറി തിരിഞ്ഞും വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 8ഓളം സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് പറയുന്നത്. VS ശിവകുമാർ അരുവിക്കരയും, N ശക്തൻ നെയ്യാറ്റിൻകരയിലും, MR ബൈജു കാട്ടാക്കടയിലും, അതുപോലെ തന്നെ ശബരിനാഥ്, പിന്നെ എവിടെ നമ്മുടെ നേമത്തും, ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടത്തും, അങ്ങനെ തുടങ്ങി 8ഓളം ആളുകളെ, വാവനപുരത്ത് പാലോട് രവിയും തുടങ്ങി, നെടുമങ്ങാട് BRM ഷെറീഫും തുടങ്ങി 7-8 ആളുകളെ നിശ്ചയിച്ചു തിരുവനന്തപുരത്തെന്നാണ് പറയുന്നത്. അപ്പോഴും വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് അവർ ബോംബുകൾ പൊട്ടിക്കുകയാണ്. ഇങ്ങനെ പൊട്ടിക്കുന്ന ബോംബുകളിലൂടെ എന്തെങ്കിലും സാധ്യത കോൺഗ്രസിന് കിട്ടുമെങ്കിൽ, നിങ്ങളുടെ അണികളുടെ ഇടയിൽ നിങ്ങൾ വലിയ ബഹളമുണ്ടാക്കുമെങ്കിൽ, അത് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് കേരള കോൺഗ്രസുമായിട്ടുള്ള നിങ്ങളുടെ തല്ല്, 10 സീറ്റ് വേണമെന്നുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് വേണം, അതിൽ 7 സീറ്റേ നിങ്ങൾ കൊടുക്കുകയുള്ളൂ, 3 സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ മറ്റ് CMPക്ക് തിരുവനന്തപുരം സീറ്റ് കൊടുക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ്സുകാരുടെ പ്രശ്നം. നിങ്ങൾ ഈ തമ്മിത്തല്ല് നിർത്തണമെന്നേ. നിങ്ങളടുത്തല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് സംഘനൃത്തം നടത്തുന്നതിനിടയിൽ മോഹിനിയാട്ടം നടത്തരുതെന്ന്? പക്ഷെ നിങ്ങൾ ഓരോരുത്തരും മോഹിനിയാട്ടവും കഥകളിയും ഓട്ടം തുള്ളലും സിംഗിൾ ഡാൻസും സിംഗിൾ പാട്ടുമായിട്ട് നിന്നാൽ ജനങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, തലമുടി നാലിഴയ്ക്ക് നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നേ ഉള്ളൂ. അത് 100 സീറ്റിലേക്കൊന്നും പോവില്ല. അത്ര ആൻറ്റി ഇൻകംബൻസ് ഒന്നുമില്ല. എന്തുമാത്രം കാര്യങ്ങളാണ് പിണറായി വിജയൻ ഓരോ സെക്ടറിനെയും കിട്ടും. ബന്ധക്കോസ്തുകാരെ ക്രിസ്ത്യൻ സഭ അംഗീകരിക്കുന്നു, വൈകുണ്ഠസ്വാമിക്ക് പിന്നെ മണ്ഡപം കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെ
പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ എല്ലാം ചെയ്തില്ലെങ്കിലും ഒരുപാട് വാഗ്ദാനങ്ങളാണ്. ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സകലമാന ജനങ്ങളെയും കൂടെ നിർത്താനുള്ള വലിയ തന്ത്രവുമായിട്ട് പിണറായി വിജയൻ വരുമ്പോൾ, വലിയ പി ആർ വർക്കുമായിട്ട് പിണറായി വിജയൻ വരുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് കല്ലിലടിച്ച പൂക്കുല പോലെ നിങ്ങൾ അടിച്ച് പിരിഞ്ഞ് കളയരുത്. നിങ്ങൾ 2.5 വർഷം സതീശനും 2.5 വർഷം രമേശ് ചെന്നിത്തലയും ഭരിച്ചോ, അല്ലെങ്കിൽ 2-2-1 ഭരിച്ചോ, കെ.സി. വേണുഗോപാലിനും കൊടുത്തോ, എന്തുവേണോ കൊടുത്തു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു നേതാവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ പിന്നെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടണം. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയൊരു സാധ്യത UDF-ന് കിടപ്പുണ്ട്. നിങ്ങളത് തമ്മിലടിച്ച് യാദവ കുലത്തിന് സംഭവിച്ചതുപോലെ തമ്മിലടിച്ച് ഇല്ലാതാക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പേ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് രണ്ടാമത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീർച്ചയായിട്ടും തിരിച്ചു വരുമായിരുന്നു. കോൺഗ്രസ് ആലോചിച്ച് നോക്കണം. ആ സരിതാ വിഷയം ഉണ്ടാക്കിയെടുത്ത് വലിയ ഹൈപ്പ് ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഓഫീസിനെയൊക്കെ ചീത്തയാക്കുന്നതിൽ വലുതല്ലാത്ത പങ്ക് അകത്തുള്ളവർക്കുമുണ്ട്. ഞാൻ ആര് എന്തെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ തമ്മിലടിച്ചു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു ആരാണ് മുഖ്യമന്ത്രി? അപ്പം പറഞ്ഞു രമേശ് ചെന്നിത്തല ആവുമെന്ന്. രമേശ് ചെന്നിത്തലയുടെ ആളുകൾ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ആളുകൾ പറഞ്ഞു ഞങ്ങളാവുമെന്ന് പറഞ്ഞു. 2 കൂട്ടരും കൂടി അകത്തും ബഹളം ഉണ്ടാക്കി. ജനം പറഞ്ഞു നിങ്ങൾ 2 കൂട്ടരും ആവണ്ട, പിണറായി ആവട്ടെ എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് 10 വർഷമാണ്, 5 അല്ല 10 വർഷമാണ്. ഇനി 5 വർഷം കൂടെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ടോട്ടൽ നഷ്ടപ്പെടുന്നത് 15 വർഷമാണ്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കോൺഗ്രസ് ഈ തല്ലും പിടിയൊക്കെ കൊള്ളാൻ. നിങ്ങളെല്ലാവരും ബൈറ്റ് കൊടുക്കുകയാണ്. എന്തിനാണ് ബൈറ്റ് കൊടുക്കുന്നത്? ഉടൻ തന്നെ പറയുകയാണ് എത്ര പ്രായമായവരും എത്ര സീറ്റുകളിൽ ഇരുന്നവരും ഒക്കെ 5-6 പ്രാവശ്യം മത്സരിച്ച് സകല ആനുകൂല്യങ്ങളും പാർട്ടിയിൽ നിന്ന് പറ്റിയവരും എണീറ്റെന്ന് പറയാണ്. പാർട്ടി തീരുമാനിച്ചാൽ, പാർട്ടി പറഞ്ഞാൽ, പാർട്ടി ചോദിച്ചാൽ, പാർട്ടി തന്നാൽ എന്താണിത്? നിങ്ങൾ എനിക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിലെന്ന് പറഞ്ഞ് ഒഴിയണ്ടേ? അല്ലെങ്കിൽ പാർട്ടിയോട് പോയി ചോദിക്കൂ, KPCC പ്രസിഡന്റിനോട് പോയി ചോദിക്കാൻ പറയണ്ടേ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പോയി ചോദിക്കാൻ പറയണ്ടേ? അല്ല ഇവിടെ ഒരു ഇലക്ഷൻ കമ്മിറ്റിയില്ലേ? നിങ്ങളെല്ലാവരും വാളെടുക്കുകയാണ്. എല്ലാവരും വാളെടുത്തോളൂ. വാളെടുക്കുമ്പോൾ ജനങ്ങൾ വേറെ തീരുമാനമെടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് വന്നാൽ 5 വർഷം കൂടെ കിട്ടാതെ വന്നാൽ നിങ്ങൾ താങ്ങുമോ? അങ്ങനെ അതവല്ല എല്ലാ അടിയും പോരാട്ടവും നടത്തിയാലും നിങ്ങളെ ജയിപ്പിക്കുമോ? അതിശക്തമായി BJP ഇവിടെ ഇല്ലേ? അതിശക്തമായി CPM-ൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ തുടർച്ചയില്ലേ? ഇതെല്ലാം നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സെ നിങ്ങൾ തമ്മിലടിച്ച് പിരിയേണ്ടി വരും. നിങ്ങൾ അകത്ത് പാര വെച്ച് തമ്മിലടിച്ച് നേതാക്കൾ തമ്മിൽ സീറ്റിന് വേണ്ടി പൊരുതിയാൽ അണികൾ അവരുടെ വഴിക്ക് പോകും. വോട്ട് കൊണ്ടുപോകുന്നത് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുന്നത് പിണറായി 3-0 ആയിരിക്കും.